നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ തുടർച്ചയായി വൻ ആക്രമണ പരമ്പരയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈഫ, ടെൽ-അവീവ് നഗരങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ വൻ പ്രഹരശേഷിയുള്ള മിസൈലുകൾ വിക്ഷേപിക്കുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ മരണസംഖ്യ ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അനവധി പേർ കൊല്ലപ്പെട്ടതായി പുറത്തുവരുന്ന വിവരം. ഇസ്രായേൽ ജനത ഒന്നാകെ ബങ്കറിൽ ഒളിച്ചില്ലായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുമായിരുന്നുവെന്ന തരത്തിലുള്ള വൻ ആക്രമണമാണ് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നിരിക്കുന്നത്. ഒരേ സമയം ഇറാനും ഹൂതികളും നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഭരണകൂടം പകച്ചു നിൽക്കുകയാണ്. ഇപ്പോഴിതാ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്ക് അടയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ എന്നാണ് സൂചന. ഇറാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മായിൽ കൗസാരി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇറങ്ങിക്കളിക്കുന്നത് എണ്ണ, ഗ്യാസ് വിതരണം അടിമുടി ബാധിക്കും. കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടാക്കാത്ത പ്രതിസന്ധി ഇറാൻ ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കാനാണ് സാധ്യത. പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്ര പ്രവേശന പാതയായാണ് ഹോർമുസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. ഇത് ഒരു വശത്ത് ഇറാനെയും മറുവശത്ത് ഒമാനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയുമാണ് വിഭജിക്കുന്നത്. കൂടാതെ ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നതുമാണ്. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്ന ഇറാൻ ലോകക്രമം മാറ്റിയേക്കുമെന്ന ആശങ്ക ശക്തമാണ്. 2024 ഏപ്രിലിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമുസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര കെട്ടിടം പൂർണ്ണമായി തകരുകയും 2 ജനറൽമാർ ഉൾപ്പെടെ മുതിർന്ന 7 റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനിടെ 48 മണിക്കൂറിനുള്ളിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിരുന്നു ഹോർമുസ് കടലിടുക്കിനടുത്ത് വെച്ച് ഇസ്രായേൽ കപ്പലായ MSC കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ എപ്പോഴും ഒരു നിർണായക മേഖലയാണ് ഹോർമുസ്. ഹോർമുസ് അടച്ചുപൂട്ടിയാൽ ആഗോളതലത്തിൽ പ്രത്യാഘാതമേറെയാണ്. ഇന്ധനവിലയെ അത് ബാധിക്കും. ചരക്ക് നീക്കം പൂർണ്ണമായും പ്രതിസന്ധിയിലാകും. ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 1/5 ദിവസവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വിപണിയിൽ വലിയ ആഘാതം സൃഷ്ടിക്കും. എണ്ണയുടെ വില കുത്തനെ ഉയരും. അതുപോലെ തന്നെ ലോകത്തെ സമുദ്ര ചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമുസ്. അടച്ചുപൂട്ടൽ ചരക്ക് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കും. ലോകത്തെ ചരക്ക് ഗതാഗതം സ്തംഭിക്കും. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും. ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. ഇത് ഇന്ത്യയെയും ബാധിക്കും. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനുമിടയിലുള്ള കടലിടുക്കാണ് ഹോർമുസ്. ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റ്സും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റാണ് ഹോർമുസിനെ കണക്കാക്കുന്നത്. US എനർജി ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം 2022 പ്രതിദിനം ശരാശരി 21 ബില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി പോകുന്നത്. ഹോർമുസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യയ്ക്കും UAEക്കും മാത്രമാണുള്ളത്. 54 കിലോമീറ്റർ, അതായത് 29 നോട്ടിക്കൽ മൈൽ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് 25% കടന്നു പോകുന്നതെന്നാണ് വസ്തുത. അതുകൊണ്ടാണ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണശേഷം ആഗോള എണ്ണവില കുത്തനെ ഉയർന്നത്. ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ബാരലിൽ 5.5% വരെ ഉയർന്ന $76 എത്തിയതായാണ് റിപ്പോർട്ട്. ഇറാനും ഇസ്രായേലും സൈനിക ആക്രമണങ്ങൾ തുടരുന്നതോടെ ആഗോള വിപണികളിൽ ദീർഘകാല അനിശ്ചിതത്വത്തിന്റെ തുടക്കമായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ പ്രതികാരം ചെയ്താൽ സംഘർഷം വീണ്ടും രൂക്ഷമാകും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാൽ പ്രതിസന്ധി സമാനതകളില്ലാത്തതാകും. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ്. ഈ പാതയിൽ ഏതൊരു തടസ്സവും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും. പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്ര പ്രവേശന പാതയായാണ് ഹോർമുസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. കൂടാതെ ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നതുമാണ്.
1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഗൾഫിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. ഹോർമുസ് കടലിടുക്ക് അന്ന് പോലും പൂർണ്ണമായും അടച്ചിരുന്നില്ല. അന്ന് അമേരിക്കയായിരുന്നു. 2019 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ കടലിടുക്കിന് സമീപം 4 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ അമേരിക്ക ഇറാനെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്താനായി കപ്പൽ പാതകൾ ആക്രമിക്കുന്നത് വളരെ കാലമായി ഉപയോഗിക്കപ്പെടുന്ന യുദ്ധതന്ത്രമാണ്. ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ അറേബ്യൻ ഉപദ്വീപിന്റെ മറുവശത്തുള്ള ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ബാബ് അൽ മന്ദബ് കടലിടുക്കിന് ചുറ്റുമുള്ള കപ്പലുകളെ യമനിലെ ഹൂത്തികൾ ആക്രമിച്ചു വരുന്ന കാഴ്ചയാണ് നിലവിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ ഉപയോഗിക്കുന്നതും ഇറാൻ നൽകിയ ആയുധങ്ങളാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൂത്തികളുടെ ആക്രമണങ്ങൾ ആഗോള വാണിജ്യത്തെ ചെറുതായി ബാധിച്ചിട്ടുണ്ടെങ്കിലും കപ്പലുകൾക്ക് ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ തീരങ്ങളിലൂടെ സഞ്ചരിക്കാനാകുമെന്നതിനാൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതൊരു ദൈർഘ്യമേറിയ യാത്രയാണെങ്കിലും സുരക്ഷിതവുമാണ്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അതുപോലെയല്ല. ഈ വഴിയല്ലാതെ ഗൾഫിൽ നിന്ന് കടൽ വഴി ഒന്നും തന്നെ കയറ്റി അയക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണ് വരിക. അമേരിക്കൻ സഖ്യകക്ഷികളായ അറബ് ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഉൾപ്പെടെയാണ് ഇത്തരമൊരു സാഹചര്യം വലിയ പ്രതിസന്ധിയിലുണ്ടാക്കുക. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യാത്ത രാജ്യങ്ങളെ പോലും അത് ദോഷകരമായി ബാധിക്കും. കാരണം എണ്ണ വിതരണത്തിൽ ഉണ്ടാകുന്ന വലിയ കുറവ് ആഗോള വിപണിയിൽ ഒരു ബാരൽ എണ്ണയുടെ വില കുത്തനെയാണ് ഉയർത്തുക. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് അമേരിക്കക്കാരുടെ സാമ്പത്തിക പരിസ്ഥിതിയും സാരമായി ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ഏതൊരു നീക്കവും മേഖലയിൽ നാവിക സൈനിക സൗകര്യങ്ങളുള്ള അമേരിക്കയുടെ പ്രതികാര നടപടികൾക്ക് കാരണമാകുമെന്നതിനാൽ ഇത്തരമൊരു തീരുമാനം റഷ്യയുടെ പിന്തുണയിൽ മാത്രമേ ഇറാൻ സ്വീകരിക്കൂ എന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചു വീഴ്ത്താൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചെങ്കിലും അതൊന്നും തന്നെ പ്രതീക്ഷിച്ച ഫലം കാണാത്തതിനാൽ അമേരിക്ക ഇറാനെതിരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ 1,00,000 അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാകുക. അമേരിക്ക നേരിട്ട് ഇതുവരെ ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഇസ്രായേൽ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് അവർ നിരന്തരം ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനും ഈ മേഖലയിലെ അമേരിക്കൻ സൈനികരെയോ താൽപര്യങ്ങളെയോ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല. ഹോർമുസ് കടലിടുക്കിനെതിരായി ഇറാന്റെ നീക്കം ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ശത്രുത വർദ്ധിക്കുമ്പോൾ ഇറാൻ ഉപയോഗിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു തന്ത്രമായി ഇത് മാറുമെന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത്. 2024 ഏപ്രിലിൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഇറാൻ സായുധ സേന ഹോർമുസ് കടലിടുക്കിന് സമീപം ഇസ്രായേലിന്റെ ഒരു കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തത് അമേരിക്കയും ഞെട്ടിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഭൂമിശാസ്ത്രപരമായി വൻ സുരക്ഷാ കവചമുള്ള ഇറാൻ കടലിനെ പ്രതികാരത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ലോക വ്യാപാരം തന്നെയാണ് സ്തംഭിക്കാൻ പോകുന്നത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.